അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാക്കുന്നതിനെ പറ്റി ഞാൻ 2-3 വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ പ്രതികരണം 50-50, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. 50-50 എന്ന് പറയാം. കാരണം ചിലർക്കൊക്കെ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പിടികിട്ടുന്നുണ്ട്, പക്ഷേ ചിലർക്ക് പിടികിട്ടുന്നില്ല, അല്ലെങ്കിൽ പിടികിട്ടുന്നുണ്ട് എന്ന് വരിയിൽ തന്നെ അത് അംഗീകരിക്കാനായിട്ട് അവർ റെഡിയല്ല. അവരുടെ വിശ്വാസതയിൽ അവർ മുറുകെ പിടിക്കുന്നു. ഞാൻ ആ വീഡിയോകളിൽ സത്യം പറഞ്ഞത് ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് നല്ലതല്ലാത്ത വളഞ്ഞ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഈ രാജ്യങ്ങളിൽ എല്ലാം പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അവിടെ ഇങ്ങനെ സമ്മർദ്ദം കൂടിക്കൊണ്ടിരിപ്പുണ്ട് വിദേശികൾക്കെതിരെ. അത് എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പലരും എന്നെ പരിഹസിക്കുന്നുണ്ട്, തനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല, താൻ മണ്ടനാണ്, താനതാണ്, താനിതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 50 കൊല്ലം അമേരിക്കയിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. എൻ്റെ ലൈഫിൽ നിന്ന്, എൻ്റെ ഔദ്യോഗിക ലൈഫിൽ നിന്ന്, സർക്കാർ ജോലിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ ജോലി എടുത്തതിൽ നിന്നുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൊണ്ടും തീർച്ചയായിട്ടും കുറച്ചൊക്കെ പറയാനായിട്ടുള്ള വിവരം എനിക്കുണ്ട്. ഞാൻ അത്രയ്ക്ക് വിവരം കെട്ടവനല്ല. ഞാൻ 75 വയസ്സാകാൻ പോകുന്നു എന്ന് ഒരിക്കലും അത്രയ്ക്ക് എൻ്റെ തലയിലെ സ്ക്രൂ ഒന്നും ഇളകി പോയിട്ടില്ല എന്ന് ഞാൻ നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ലെജിറ്റിമേറ്റ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ, അതും ഇല്ലാത്ത പണം മുടക്കി കുടുംബവും സ്വത്തും എല്ലാം പണയം വെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി അനിശ്ചിതത്തിലാണ്. നിങ്ങൾക്കൊരു PR കിട്ടുകയാണെങ്കിൽ യെസ്, ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ PR കിട്ടിയില്ല എന്ന് വരികിൽ നിങ്ങളിവിടെ KFCയിൽ പോയി കോഴി വറക്കേണ്ട ഗതികേട് വരും. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് പലരും പറഞ്ഞു, നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും നഴ്സിംഗ് പഠിച്ചാലും മാക്സിമം 20,000 രൂപ കിട്ടുള്ളൂ, ഇത്രേ കിട്ടുള്ളൂ, അത്രേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 4-മത്തെയോ 5-മത്തെയോ എക്കണോമിക് സാമ്പത്തിക ശക്തിയാണ്. എല്ലാ നിലയിലും നമ്മുടെ നാട്ടിലെ സാധനങ്ങളുടെ വില, കാറുകളുടെ വില, അല്ലെങ്കിൽ മറ്റ് എന്തിപ്പം നമ്മൾ ഗ്രോസറി എടുത്തോ, മീനെടുത്തോ, ഇതിൻ്റെ ഒക്കെ വില ഏതാണ്ട് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഒപ്പം തന്നെയാണ് കൺവെർട്ട് ചെയ്താൽ. ഇപ്പം 1 കിലോ നെയ്മീൻ നിങ്ങൾ അവിടെ 1200 രൂപ കൊടുക്കുന്നു. ആ 1200 രൂപയ്ക്ക് ഒപ്പമുള്ള ഡോളർ നമ്മളിവിടെ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുമാതിരി ലെവലായിട്ടുണ്ട് നമ്മൾ. ആ ലെവലിനൊത്ത് നമ്മുടെ ശമ്പളം ഉയർന്നിട്ടില്ല, നാട്ടിലെ ജോലിക്കാരുടെ ശമ്പളം ഉയർന്നിട്ടില്ല എന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ചില സെക്ടറുകളിൽ ഉയർന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ ഇതിനൊപ്പം ശമ്പളം ഉയർന്നിട്ടുണ്ട്. ഒരു കോളേജ് അധ്യാപകന് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കിട്ടും, അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടേഴ്സിന് ലക്ഷക്കണക്കിന് കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിലോ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലോ ജോലി ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനും ഓവർസിയേഴ്സിനും ഒക്കെ നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കത്തക്ക രീതിയിലുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും അവർ കൈക്കൂലി മേടിക്കുന്നു, 1 ലക്ഷം 2 ലക്ഷം കൈക്കൂലി മേടിക്കുന്നു എന്നുള്ളത് വേറെ. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ, ഗവൺമെൻറ് സെക്ടറിൽ ന്യായമായിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ട്. ശമ്പളം കൊടുക്കാത്തത് പ്രൈവറ്റ് എൻ്റർപ്രൈസുകളാണ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറുകൾ, കടകൾ, ആശുപത്രികൾ, പ്രൈവറ്റ് ആശുപത്രികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യെസ് കൊടുക്കുന്നില്ല. അത് ചൂഷണമാണ്. ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്നവർക്ക് 10,000, 13,000, 15,000 കൊടുക്കുന്നു. ഇങ്ങേറ്റം ലുലുമാളിൽ ജോലി ചെയ്യുന്നവർക്ക് വരെ എത്ര കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. 10,000, 15,000 കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന് പരിഹാരം എന്ത്? അതിന് പരിഹാരം അവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് അന്യനാട്ടിലേക്ക് കുടിയേറുകയല്ല സുഹൃത്തുക്കളെ. അതിന് ചെയ്യേണ്ടത് നമ്മുടെ യുവാക്കൾ അവിടെ പ്രവർത്തിക്കണം. കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ മാറ്റുവാനായിട്ടുള്ള ശ്രമം നടത്തണം. ഒരു വിപ്ലവം, ഒരു റെവല്യൂഷൻ. ഞാൻ പറയുന്നത് കടാരിയും കുന്തവും തോക്കെടുത്തിട്ടുള്ള റെവല്യൂഷനല്ല, ഒരു റെവല്യൂഷൻ അവിടെ നടത്തണം. എന്തുകൊണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ വേതനം ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ വേതനത്തിനകത്ത് ഉയരുന്നില്ല? അവിടെ ചൂഷണമാണ് നടക്കുന്നത്.
എഗെയിൻ ഞാൻ പറഞ്ഞത് അത്, അപ്പം ഞാൻ പറയുന്നത് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വണ്ടി കയറുകയല്ല, പ്ലെയിൻ കയറുകയല്ല വേണ്ടത്. അവിടെ നിന്ന് മാറ്റങ്ങൾ സൃഷ്ടിക്കണം കേരളത്തിൽ നിന്ന്. നിങ്ങൾ അവിടെ നിന്ന് ചെറുപ്പക്കാർ അവിടെ നിന്ന് ഇട്ടിട്ട് പോരുമ്പോഴത്തേക്കും അത് വലിയൊരു നഷ്ടമാണ് അവിടെ ഉണ്ടാക്കുന്നത് മാനവശക്തിയല്ലേ, മാൻ പവർ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ നാടിനെ, നമ്മുടെ ഭരണകൂടത്തെ ഒരു കൂട്ടം അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും ഇഗ്നറൻ്റ് ഇഡിയറ്റുകളുടെയും കയ്യിലേൽപ്പിച്ചിട്ട് നിങ്ങൾ സ്വന്തം തടി തപ്പി നിങ്ങൾ പോവുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ വേതനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ലെവലിലേക്ക് ഉയർത്തുവാനായിട്ട് എടുക്കേണ്ട നടപടികൾ നിങ്ങൾ എടുക്കുക. നടപടികൾ ഗവൺമെൻറ്റിനെ കൊണ്ട് എടുപ്പിക്കുക. മിനിമം വേജസ് ഉയർത്തുക. ഓക്കെ, ജീവിക്കാനുള്ള ഒരു വേതനം ഏത് ജോലി ചെയ്യുന്നവനും കിട്ടത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക. ഇപ്പം അമേരിക്കയിൽ ഉദാഹരണം പറഞ്ഞെങ്കിൽ വന്ന് ഞാൻ വന്ന കാലത്ത് 50 വർഷം മുമ്പ് ഇവിടെ മിനിമം വേജ് എന്ന് പറയുന്നത് $3 ഉണ്ടായിരുന്നുള്ളൂ. $3. ആ $3 ഉണ്ടായിരുന്നത് ഇന്ന് $25 മിനിമം. എല്ലാ സ്റ്റേറ്റിലും ആയിട്ടില്ല. ചില സ്റ്റേറ്റുകളിൽ 25, മറ്റ് സ്റ്റേറ്റുകളിൽ $20 ആയിട്ടുണ്ട് മിനിമം വേജ്. വിച്ച് മീൻസ് ഒരു തുണിക്കടയിൽ അല്ലെങ്കിൽ ഒരു KFCയിൽ ജോലി ചെയ്യുന്നവന് കിട്ടുന്ന ശമ്പളം $20 ഒരു മണിക്കൂറിന്. അപ്പോൾ അത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം. മിനിമം വേജ് കർശനമായി ഉയർത്താനുള്ള പരിപാടി ചെയ്യുക. സമൂലമായ മാറ്റങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് നടപ്പിലാക്കുവാനായിട്ട് നിങ്ങൾ ഒത്തുകൂടി യൂണിഫൈ ചെയ്തിട്ട് സമ്മർദ്ദം ചെയ്ത് സൃഷ്ടിക്കുക. നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി വക്കീലായി പ്രാക്ടീസ് ചെയ്യായിരുന്നു. അദ്ദേഹം എവിടെ? വിദേശത്ത്. അതും ചെറിയ സ്ഥലത്തൊന്നുമല്ല, ലണ്ടനിൽ. അദ്ദേഹം സൗത്ത് ആഫ്രിക്ക, ലണ്ടൻ ആയിരുന്നല്ലോ. അന്ന് വക്കീൽ പണി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അതെല്ലാം ഉപേക്ഷിച്ച്. അദ്ദേഹത്തിന് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കരുതായിരുന്നു അവിടെ ലണ്ടനിൽ? ഞാനൊന്നും പറഞ്ഞില്ലേ, ഇന്ത്യ ഗോ ടു ഹെൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നല്ലോ. അദ്ദേഹം അതാണോ ചെയ്തത്? അല്ല. അദ്ദേഹം തൻ്റെ സുഖലോലുപമായ ജീവിതം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഉപേക്ഷിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ദരിദ്രനായിട്ട് നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത് സുഹൃത്തുക്കളെ. അല്ലാതെ ഇവിടെ പ്രശ്നമാണ്, ഇവിടെ തൊഴിലില്ല എന്നൊക്കെ, അല്ലെങ്കിൽ തൊഴിലുണ്ടെങ്കിൽ ശമ്പളമില്ല എന്നൊക്കെ പറഞ്ഞ് നാട് വിടുന്നത് ഭീരുത്വമാണ്. നിങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ പിള്ളേർ, സാമ്പത്തികം ഇന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ 1-2 പിള്ളേരേ ഉള്ളൂ, കുട്ടികളേ ഉള്ളൂ. എന്നിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ റിസ്ക് എടുത്ത് ഇങ്ങനത്തെ പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് വിജയം കാണുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. വിജയിക്കില്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പകാലത്ത് പണ്ട് കാലത്തൊക്കെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ, പ്രത്യേകിച്ച് UK ജനങ്ങൾ പോകുമായിരുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. അതവിടെ പോയി BA പഠിക്കാനല്ല, അതവിടെ പോയത് നഴ്സിംഗ് പഠിക്കാനല്ല, അതവിടെ പോയത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനല്ല, അവിടെ പോയത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയിട്ട് PhD എടുക്കാനായിട്ട്, നമ്മുടെ മൻമോഹൻ സിംഗിനെ പോലെ. അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള വലിയ ഡിഗ്രികൾ, PhD അല്ലെങ്കിൽ വലിയ റിസർച്ച് സയൻറ്റിസ്റ്റ് ടോപ്പിക്കുകൾ പഠിക്കാനാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ എന്നെ എത്ര ചീത്ത പറഞ്ഞാലും എനിക്കറിയാവുന്ന രീതിയിൽ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയും. നിങ്ങളതിന് എന്നോട് പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ എന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള കൗണ്ടർ ആർഗ്യുമെൻറ്റ് തരാനായിട്ട് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ പറയുന്നതാണ് പച്ചപ്പരമാർത്ഥം, പച്ച സത്യം. താങ്ക് യു വെരി മച്ച്.